മറ്റു വാർത്തകൾ നോക്കാം. വാട്സാപ്പ് ചാറ്റുകൾ നശിപ്പിക്കാൻ ആരെയും ഏർപ്പെടുത്തിയിരുന്നില്ല എന്ന അന്വേഷണ സംഘത്തോട് ദിലീപ്. ഫോണിലെ വിശദാംശങ്ങൾ ഡിലീറ്റ് ചെയ്തത് താൻ തന്നെയാണ്. ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണം മിമിക്രിയാണെന്നും ദിലീപ്. ബാലചന്ദ്രകുമാറിന്റെ ആരോപണങ്ങളും ദിലീപ് നിഷേധിച്ചു. ബസ് ചാർജ് വർധനയ്ക്ക് LDF അംഗീകാരം. മിനിമം ചാർജ് 10 രൂപയാക്കും. വിദ്യാർത്ഥി കൺസെഷൻ നിരക്കിൽ മാറ്റമില്ല. സർക്കാർ ഉത്തരവ് ഉടനിറങ്ങും. ബസ് ചാർജ്, ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കാൻ LDF അനുമതി നൽകിയ സാഹചര്യത്തിൽ ബസ് മിനിമം ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി ഗതാഗത മന്ത്രി ആന്റണി രാജു. തുടർന്ന് ഓരോ കിലോമീറ്ററിനും 90 പൈസയിൽ നിന്ന് 1 രൂപയായി വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് പരിശോധിക്കാൻ കമ്മീഷനെ നിയോഗിക്കുമെന്നും മന്ത്രി. ഓട്ടോ മിനിമം ചാർജ് 2 കിലോമീറ്ററിന് 30 രൂപയാകും. അധികം കിലോമീറ്ററിന് 15 രൂപയാകുമെന്ന് മന്ത്രി ആന്റണി രാജു. 1500 cc കുറവുള്ള ടാക്സികൾക്ക് മിനിമം ചാർജ് 200 രൂപയാകും. 1500 cc 200-ൽ നിന്ന് 225 രൂപയാകും. വെയിറ്റിംഗ് ചാർജ്, രാത്രികാല യാത്ര എന്നിവയ്ക്ക് നിലവിലെ ചാർജ് തുടരുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച നിരക്ക് വർധന സ്വീകാര്യമല്ല എന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ. വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ നിരക്ക് വർധന പര്യാപ്തമല്ല. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കാത്തതിൽ അതൃപ്തിയുണ്ട്. എല്ലാ കാര്യങ്ങളെയും കുറിച്ച് കൂടിയാലോചനകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുമെന്നും T. ഗോപിനാഥൻ ന്യൂസ് 18നോട് പറഞ്ഞു. പുതുക്കിയ മദ്യനയത്തിന് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. ഇതോടെ IT മേഖലയിലടക്കം ബാർ, റെസ്റ്റോറന്റുകൾ ആരംഭിക്കാം. ബ്രൂവറികൾക്കും ധാന്യങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനും ലൈസൻസ് അനുവദിക്കും. മദ്യ വിൽപ്പനശാലകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പ്രീമിയം മദ്യ കൌണ്ടറുകൾ അനുവദിക്കാനും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച മദ്യനയത്തിൽ ശുപാർശ. IT പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങാനായിരുന്നു ആലോചനയെങ്കിലും മദ്യനയത്തിൽ അതുൾപ്പെടുത്തിയിട്ടില്ല. കശുമാങ്ങ, കൈതച്ചക്ക, ചക്ക, വാഴപ്പഴം, ജാതിത്തൊണ്ട് എന്നിവയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കും. പുനരുജ്ജീവനത്തിനായാണ് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക. മദ്യം ലഭ്യമാക്കിയില്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലകളിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുമെന്നും മദ്യനയത്തിൽ പരാമർശം. ഡ്രൈ ഡേ ഒഴിവാക്കില്ലെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് അനുമതി നൽകും. പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുകയെന്നും മന്ത്രി. CPI മന്ത്രിമാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് പുനർവിളംബരം ചെയ്യാൻ മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശ. രാഷ്ട്രീയ തീരുമാനം വേണമെന്ന നിലപാടിൽ CPI മന്ത്രിമാർ ഉറച്ചുനിന്നു. ഓർഡിനൻസ് റദ്ദാക്കാതിരിക്കാൻ പുതുക്കിയിറക്കണമെന്നായിരുന്നു നിയമമന്ത്രി P. രാജീവിന്റെ നിലപാട്. ലോകായുക്ത നിലപാടിലൂടെ CPI എതിർപ്പ് ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് വ്യക്തമായി എന്ന് പ്രതിപക്ഷ നേതാവ്. CPIയുടെ വിശ്വാസ്യത തകർന്നു. മദ്യനയത്തിൽ UDF-ഉം KPCC-യും ചർച്ച ചെയ്ത ശേഷം അഭിപ്രായം പറയുമെന്നും VD സതീശൻ. സിൽവർ ലൈൻ സർവേക്കെതിരെ കൊല്ലം തഴുത്തലയിൽ പ്രതിഷേധം. നാട്ടുകാർ സംഘടിച്ചത് ഉദ്യോഗസ്ഥരെത്തുമെന്ന സൂചനയെ തുടർന്ന്. ഗ്യാസ് സിലിണ്ടറുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. കൊട്ടിയം തഴുത്തലയിൽ കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. രാവിലെ പ്രതിഷേധം നടന്ന സ്ഥലം ഒഴിവാക്കി കല്ലിടാനുള്ള നീക്കം തടഞ്ഞു. കല്ല് കൊണ്ടുവന്ന ലോറിക്കുള്ളിൽ കയറിയും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. കൊല്ലം തഴുത്തലയിൽ കേരയിൽ വിരുദ്ധ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും BJP-യും. PC വിശ്വനാഥ് MLA-യുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്ന പ്രതിഷേധം. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കഞ്ഞിവെപ്പ് സമരം. കോഴിക്കോട് മൂടാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ കടന്നുപോകുകയായിരുന്ന കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഗോ ബാക്ക് വിളിച്ച് സമരക്കാർ പ്രതിഷേധിച്ചു. MLA-ക്കൊപ്പം ഉണ്ടായിരുന്നവരും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പത്തനംതിട്ട ആറാട്ടുപുഴയിലും കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ജില്ലയിലെ 9 വില്ലേജുകളിലൂടെ കടന്നുപോകുന്ന പദ്ധതിക്ക് ആറാട്ടുപുഴയിൽ ഇന്ന് കല്ലിടുമെന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു കോൺഗ്രസ് BJP പ്രവർത്തകരുടെ പ്രതിഷേധവും പ്രകടനവും. ചോറ്റാനിക്കരയിൽ കേരയിൽ വിരുദ്ധ സമിതി യോഗം ചേർന്നു. സർവേ തുടരാമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടി ആലോചിക്കാനായിരുന്നു യോഗം. സമരം തുടരാനും കല്ലിടൽ നടപടി തടയാനും സമരസമിതി തീരുമാനമായി. സർവേക്കായി ഇന്ന് ഉദ്യോഗസ്ഥർ എത്തിയില്ല.
സിൽവർ ലൈൻ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുവെന്ന ആരോപണത്തിന് സമരസമിതിയുടെ മറുപടി. എല്ലാ ജനകീയ സമരങ്ങൾക്ക് നേരെയും സർക്കാർ ഉയർത്തുന്ന ആരോപണമാണ് തീവ്രവാദി ബന്ധമെന്ന് CR നീലകണ്ഠൻ. ഒരു തീവ്രവാദിയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നും സമരസമിതി. കോഴിക്കോട് നല്ലടത്ത് സിൽവർ ലൈൻ ബോധവൽക്കരണവുമായി വീടുകൾ കയറി CPM നേതാക്കൾ. ഗൃഹസന്ദർശനം ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ നേതൃത്വത്തിൽ. മലപ്പുറം താനൂരിൽ UDF പ്രവർത്തകർ പിഴുതെറിഞ്ഞ സർവേ കല്ല് പുനഃസ്ഥാപിച്ചു. CPM ബോധവൽക്കരണത്തെ തുടർന്ന് വീട്ടുകാർ തന്നെയാണ് കല്ല് പുനഃസ്ഥാപിച്ചത്. ആലപ്പുഴ പടനിലത്ത് സിൽവർ ലൈൻ വിശദീകരണത്തിനെത്തിയ MLA-ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മാവേലിക്കര MLA അരുൺകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു CPM പ്രവർത്തകരുടെ വീട് കയറിയുള്ള വിശദീകരണം. സിൽവർ ലൈനിൽ സംസ്ഥാന വ്യാപക പ്രചാരണത്തിന് LDF. ആദ്യ യോഗം ഏപ്രിൽ 19 തിരുവനന്തപുരത്ത്. തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഗൃഹസന്ദർശനം. UDF നടത്തുന്നത് വ്യാജ പ്രചാരണമാണെന്നും LDF കൺവീനർ A. വിജയരാഘവൻ. മന്ത്രിമാർ സിൽവർ ലൈൻ കല്ല് പുനഃസ്ഥാപിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കല്ല് സ്ഥാപിക്കലാണോ മന്ത്രിമാരുടെ ജോലി? കേരള ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട പണി മന്ത്രിമാർ ചെയ്യേണ്ട. ആര് കല്ല് സ്ഥാപിച്ചാലും പിഴുതെറിയും. സർവ്വസന്നാഹങ്ങളുമായി വന്നാലും സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്ത് തോൽപ്പിക്കുമെന്നും VD സതീശൻ. സിൽവർ ലൈൻ വിഷയത്തിൽ കോൺഗ്രസും BJPയും ചേർന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വീടുകൾ തോറും ബോധവൽക്കരണം നടത്തുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ. സർവേക്ക് സുപ്രീംകോടതി അനുമതിയുണ്ടെന്നും നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോടിയേരി. സിൽവർ ലൈൻ പദ്ധതി ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണെന്ന് ജോസ് കെ മാണി. UDFന്റെ കാലത്തും ആലോചന നടന്നിരുന്നു. വലിയ പദ്ധതി ഉണ്ടാകുമ്പോൾ എല്ലാ കാലത്തും പ്രതിസന്ധി ഉണ്ടാകും. ഇവ പരിഹരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ജോസ് കെ മാണി. സിൽവർ ലൈനിൽ പൊതുജനങ്ങളുടെ ഭയാശങ്കകൾ ദൂരീകരിക്കണമെന്ന് NSS. വികസന പദ്ധതികൾ നടപ്പിലാക്കരുത് എന്ന അഭിപ്രായം NSSനില്ല. എന്നാൽ ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുന്നവരുടെ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നത് സർക്കാരിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. പദ്ധതി മൂലം സർക്കാർ കടക്കണിയിലാകാനുള്ള സാധ്യതയില്ലേ എന്നും NSS. സിൽവർ ലൈൻ പദ്ധതിയിൽ നിലപാട് വ്യക്തമാക്കി കത്തോലിക്ക സഭ. സമൂഹത്തിന്റെ സമഗ്രമായ വികസനമാണ് സഭയുടെ വികസന നയം. സഭയെ വികസന വിരോധികളെന്ന് മുദ്രകുത്തുന്നവർ ഒരു കാലത്ത് ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത് ചരിത്രമുള്ളവരാണെന്നും കത്തോലിക്ക സഭയുടെ വിമർശനം. ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കാതെയും പൊതുജനത്തിന്റെ ആശങ്ക അകറ്റാതെയും സിൽവർ ലൈൻ പദ്ധതിയെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും കത്തോലിക്ക സഭ. സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാത്തത് സംശയം ജനിപ്പിക്കുന്നു. പോലീസിനെ രംഗത്തിറക്കി ബലം പ്രയോഗിക്കുന്നത് ആശങ്കാജനകമാണ്. കിരാത നടപടികൾക്ക് തുനിയുന്നത് വിരോധാഭാസമാണെന്നും ദീപികയിൽ ലേഖനം. സിൽവർ ലൈൻ പ്രതിഷേധത്തിന് നിയമവഴി തേടി തിരുവനന്തപുരം സ്വദേശി സുഭാഷ്. അലൈൻമെന്റ് സർവേ അനുസരിച്ച് വീട്ടുവളപ്പിൽ സ്വന്തം ചെലവിൽ കല്ലിട്ടു. സാമൂഹികാഘാത പഠനം നടത്താൻ കേരളയിൽ എന്നെഴുതിയ കല്ല് തന്നെ വേണമെന്ന് നിയമമില്ലെന്നും സുഭാഷ്. സിൽവർ ലൈൻ വരുന്നതോടെ തിരുവനന്തപുരം പൗണ്ട് കടവിലെ 10 കുടുംബങ്ങൾ പ്രതിസന്ധി. സർവേ പൂർത്തിയാക്കിയതിന് ഒരു ഭാഗത്ത് റെയിൽവേ ട്രാക്കും മറുഭാഗത്ത് കേരളയിലും വരുന്ന രീതിയിലാണ്. വികസനത്തിനെതിരല്ലെന്നും ഈ ഭൂമി കൂടി ഏറ്റെടുക്കണമെന്നും പ്രദേശവാസികൾ. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നു. ഇന്ന് പെട്രോൾ ലിറ്ററിന് 88 പൈസയും ഡീസലിന് 84 പൈസയും വർദ്ധിപ്പിച്ചു. വർധന കഴിഞ്ഞ 9 ദിവസത്തിനിടെ 8 തവണയും തുടർച്ചയായ 6ാം ദിവസവും. 9 ദിവസം കൊണ്ട് പെട്രോളിന് 6 രൂപ 1 പൈസയും ഡീസലിന് 5 രൂപ 84 പൈസയും വർദ്ധിച്ചു. പെട്രോൾ വില വർധനയ്ക്കെതിരെ CPM ശനിയാഴ്ച ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി പ്രധാന കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വൈകിട്ട് 5 മുതൽ 7 മണി വരെയാകും ധർണ. പെട്രോൾ വില ലിറ്ററിന് 50 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിയ BJP ജനങ്ങളെ വഞ്ചിച്ചെന്നും കോടിയേരി. ജനങ്ങളുടെ അവകാശം ചോദ്യം ചെയ്യുന്നത് ഏത് ട്രേഡ് യൂണിയനായാലും അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. പണിമുടക്കിന്റെ പേരിൽ കോൺഗ്രസുകാർ ആരെങ്കിലും ജനങ്ങളുടെ മേൽ കുതിര കയറിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകും. INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ല. കോൺഗ്രസ് പറയുന്നത് INTUC കേൾക്കണമെന്ന് നിർബന്ധമില്ലെന്നും സതീശൻ. പണിമുടക്കിനെ എതിർക്കുന്നവർ ലജ്ജാകരമായ ദാസ്യമാണ് നടത്തുന്നതെന്ന് സ്പീക്കർ MP രാജേഷ്. മോശം ഉദ്ദേശത്തോടെയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നത്. പണിമുടക്കാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും സ്പീക്കർ.
കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ദേശീയ പണിമുടക്ക് CPM പ്രഖ്യാപിച്ചതല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചതെന്നും കോടിയേരി. ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കാത്തതിന് പാലക്കാട് പാട്ടൂർ KSCB സെക്ഷൻ ഓഫീസിൽ നടന്ന അതിക്രമത്തിൽ CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പാട്ടൂർ ലോക്കൽ സെക്രട്ടറി പ്രമോദ്, CPM പ്രവർത്തകരായ രജനീഷ്, പ്രസാദ്, അനൂപ്, രാധാകൃഷ്ണൻ എന്നിവരെ. കേസെടുത്തത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, മർദ്ദിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം. INL വഹാബ് വിഭാഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. AP അബ്ദുൽ വഹാബ് സംസ്ഥാന പ്രസിഡന്റ്, CP നാസർ കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി, NK അബ്ദുൽ അസീസിനെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ബഷീർ ബഡേരിയെ ട്രഷററായും മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ വിഭാഗീയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുത്തു. അതിനിടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുവെന്ന് അബ്ദുൽ വഹാബ് ആരോപിച്ചു. ഇതിനെതിരെ LDF-ന് പരാതി നൽകും. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. AGയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തൃശൂർ കോർപ്പറേഷനിൽ ബജറ്റ് അവതരണത്തിനിടെ നാടകീയ സംഭവങ്ങൾ. മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷം മേയറുടെ ചേംബറിൽ കയറി. മേയറുടെ മൈക്ക് വലിച്ചെടുത്തു. ബഹളത്തിനിടെയായിരുന്നു ബജറ്റ് അവതരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. പരീക്ഷ എഴുതുന്നത് 4,33,325 വിദ്യാർത്ഥികൾ. അടുത്ത മാസം 26-ന് പരീക്ഷ അവസാനിക്കും. SSLC പരീക്ഷകൾ നാളെ തുടങ്ങും. 4,26,999 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ആറ്റിങ്ങലിൽ 8 വയസ്സുകാരിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പിങ്ക് പോലീസിന് വീഴ്ചയുണ്ടായെന്ന് സർക്കാർ. നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥയിൽ നിന്ന് പണം ഈടാക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ. കേസ് മധ്യവേനൽ അവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിവെച്ചു. മഞ്ചേരി നഗരസഭാ കൌൺസിലർക്ക് വെട്ടേറ്റു. ഒരു സംഘം കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് തളാപ്പിൽ അബ്ദുൾ ജലീലിനെ. തലയ്ക്ക് പരിക്കേറ്റ ജലീലിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് പയ്യനാട് കുട്ടിപ്പാറയിൽ ആക്രമണം ഉണ്ടായത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വിലക്കേർപ്പെടുത്തിയ നർത്തകി മൻസിയയ്ക്ക് വേദിയൊരുക്കുമെന്ന് ഡിവൈഎഫ്ഐ. മൻസിയയ്ക്ക് വിലക്കേർപ്പെടുത്തിയത് ഇരുണ്ട കാലത്തെ അവശിഷ്ടങ്ങൾ പേറുന്നവർ. ഇത് അനുവദിക്കാനാകില്ല. മൻസിയെ വിലക്കിയ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും ഡിവൈഎഫ്ഐ. കണ്ണൂർ മാടായിൽ CITU സ്ഥാപനത്തെ തുടർന്ന് പൂട്ടിയ കട വീണ്ടും തുറന്നു. കോടതി ഉത്തരവ് പ്രകാരം പോലീസ് സംരക്ഷണത്തോടെയാണ് സ്ഥാപനം തുറന്നത്. CITU സ്ഥലത്ത് പ്രതിഷേധവുമായെത്തി. ലോഡ് കയറ്റിയ വാഹനം CITU തൊഴിലാളികൾ തടഞ്ഞു. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ന്യൂസ് 18. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് നേരെ ആക്രമണം. BJP ഗുണ്ടകളാണ് വീട് ആക്രമിച്ചതെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. ഡൽഹി പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണമെന്നും കുറ്റപ്പെടുത്തൽ. 70 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% കൂട്ടി. തീരുമാനം ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ 31%ആയിരുന്ന ക്ഷാമബത്ത 34%. 50 ലക്ഷത്തോളം ജീവനക്കാർക്കും 65 ലക്ഷത്തോളം പെൻഷൻകാർക്കും പുതിയ തീരുമാനത്തിന്റെ ഗുണം ലഭിക്കും. ലഖിംപൂർ ഖേരി കൂട്ടക്കൊല കേസിൽ ആശിഷ് മിശ്രയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നത് മാറ്റിവെച്ചു. സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. എല്ലാ കക്ഷികളും തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കോടതി. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ മകനെ സഹായിക്കുന്നുവെന്ന ഇരകളുടെ കുടുംബങ്ങളുടെ ആരോപണങ്ങൾ UP സർക്കാർ നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ വീണ്ടും ചർച്ച നടന്നതായി റിപ്പോർട്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായി പ്രശാന്ത് കിഷോർ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഹകരിക്കുന്നതിനൊപ്പം പാർട്ടി പ്രവേശനവും ചർച്ചയാകും. വിവരം. മലബാർ കലാപ രക്തസാക്ഷികളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടിക ഉൾക്കൊള്ളുന്ന നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ്. പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ലീഗ് MP മാർ ധർണ നടത്തി.
ICHR തീരുമാനം മലബാർ കലാപത്തെ വർഗീയവൽക്കരിക്കുന്നതും ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതുമാണെന്ന് ET മുഹമ്മദ് ബഷീർ. രണ്ട് മധ്യദൂര ഭൂതല വ്യോമ മിസൈലുകൾ കൂടി ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ലക്ഷ്യസ്ഥാനം കൃത്യമായി തകർത്തതായി DRDO. കഴിഞ്ഞ ഞായറാഴ്ചയും ഭൂതല മിസൈലുകൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇസ്രായേൽ തലസ്ഥാനം ടെൽ അവീവിലുണ്ടായ വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. അക്രമിയെ വെടിവെച്ച് കൊന്നതായി പോലീസ്. ഒരാഴ്ചയ്ക്കിടെ മൂന്നാമത്തെ ആക്രമണമാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. അറബ് തീവ്രവാദമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്തലി ബെന്നറ്റ് കുറ്റപ്പെടുത്തി. 2 ദിവസം മുൻപ് ഇസ്രായേലിലെ ഹദേര നഗരത്തിലുണ്ടായ വെടിവയ്പിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ദക്ഷിണ നഗരമായ ബിർ അൽ ഷെവയിൽ ഒരാഴ്ച മുമ്പ് ആക്രമണത്തിൽ 4 പേരും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിരുന്നു. തിരുവനന്തപുരം വർക്കലയിൽ കുടുംബത്തിലെ 5 പേർ മരിച്ചത് തീപിടുത്തത്തെ തുടർന്ന് അഗ്നിശമന സേന റിപ്പോർട്ട്. കാർ പോർച്ചിലെ സ്വിച്ച് ബോർഡിലുണ്ടായ തീപ്പൊരിയിൽ നിന്ന് തീ വീട്ടിനുള്ളിലേക്ക് പടരുകയായിരുന്നു. താഴത്തെ നിലയിലുള്ള വസ്തുക്കൾക്ക് തീപിടിച്ച് പുക നിറഞ്ഞ് ശ്വാസം മുട്ടിയായിരുന്നു മരണമെന്നും റിപ്പോർട്ടിൽ പരാമർശം. വീട്ടിലെ വായുസഞ്ചാര മാർഗങ്ങൾ കുറവായതിനാൽ പുക കോണിപ്പടിയിലൂടെ 1ാമത്തെ നിലയിലെത്തി വാതിലുകളിലൂടെയും ജനലിന്റെയും വിടവുകളിലൂടെ മുറിവിലേക്ക് പ്രവേശിച്ചു. കുടുംബാംഗങ്ങൾ ഉറക്കത്തിലായതിനാൽ പുക പടരുന്നത് അറിഞ്ഞില്ല. ശ്വാസതടസ്സം നേരിട്ട് എണീക്കുമ്പോൾ മുറിയിൽ പുക നിറഞ്ഞ് വാതിൽ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാമെന്നും റിപ്പോർട്ട്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. സിംഗുകണ്ടം സ്വദേശി ബാബുവാണ് മരിച്ചത്. രാവിലെ ചെക്കിടാം ഭാഗത്തേക്ക് നടക്കാനിറങ്ങിയ ബാബുവിനെ കാട്ടാന പിന്നിൽ നിന്നെത്തി ആക്രമിക്കുകയായിരുന്നു. രാത്രി 12 മണിയോടെ മേഖലയിലെത്തി നിലയുറപ്പിച്ച കാട്ടാന വഴിയറിയാതെ ബാബുവിന്റെ വീടിന് സമീപം നിലയുറപ്പിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ. കാട്ടാന പേടിയിൽ കുടിൽ കെട്ടി കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇടുക്കി ചിന്നക്കനാലിലെ 301 കോളനി നിവാസികൾ. വന്യജീവി പ്രതിരോധത്തിനായി ഫെൻസിംഗോ കിടങ്ങോ ഇവിടെ നിർമ്മിച്ചിട്ടില്ല. വന്യജീവി പ്രതിരോധത്തിനായി കോടികൾ മാറ്റിവെക്കുമ്പോഴാണ് 301 കോളനി നിവാസികളുടെ ഈ ഗതികേട് തുടരുന്നത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് കാണുക മലയാളം ന്യൂസ് 18.